ചരിത്രം, ഇസ്രായേല്യരുടെ രാജകീയ ചരിത്രം. പിതാക്കന്മാർ, നേതാക്കന്മാർ, രാജാക്കന്മാർ, പ്രവാചകന്മാർ, രാജകീയ ചരിത്രം. ഇസ്രായേല്യരുടെ രാജകീയ ചരിത്രം. ഇസ്രായേലിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിനെ കുറിച്ച് സമഗ്രമായി മനസ്സിലാക്കണമെങ്കിൽ അവരുടെ മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നാം അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കണം. ഇന്നത്തെ ക്ലാസ്സിൽ ഇസ്രായേലിയരുടെ 5 വിധ യാഗങ്ങളെ പറ്റിയാണ് നാം പഠിക്കുന്നത്. യാഗങ്ങളുടെ ചരിത്രം ഉൽപ്പത്തി പുസ്തകം മുതൽ ആരംഭിക്കുന്നതാണ്. കായീനും ഹാബേലും യാഗമർപ്പിച്ച കാര്യം നമുക്കറിവുള്ളതാണല്ലോ. പ്രളയാനന്തരം നോഹ ദൈവത്തിന് യാഗമർപ്പിച്ചിട്ടുണ്ട്. ഇയ്യോബ് തൻ്റെ കുടുംബാംഗങ്ങൾക്കായി യാഗമർപ്പിച്ചിട്ടുണ്ട്. യഹൂദ പിതാക്കന്മാരായ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് 3 പേരും യാഗമർപ്പിച്ചതായി ബൈബിളിൽ തെളിവുണ്ട്. അബ്രഹാം യാഗമർപ്പിച്ചത് ഉൽപ്പത്തി 12:7, 13:4, 15 അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നു. ഇസഹാക്ക് യാഗമർപ്പിച്ചത് ഉൽപ്പത്തി 26-25 വായിക്കുന്നു. യാക്കോബ് യാഗമർപ്പിച്ച കാര്യം ഉൽപ്പത്തി 31:54, 33:20 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. യാഗം ദൈവത്തോട് നിയമം ചെയ്യുവാനും ദൈവത്തോട് ബന്ധമുണ്ടാക്കുവാനും നമ്മെ സഹായിക്കുന്നതാണ്. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവീൻ എന്നാണല്ലോ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്. പാപം എന്ന അടിസ്ഥാന പ്രശ്നമാണ് യാഗാർപ്പണത്തിൻ്റെ കാരണമായി മാറിയത്. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും നിശ്ചയം. മനുഷ്യൻ മരിക്കേണ്ടുന്ന സ്ഥാനത്ത് അവൻ പകരക്കാരനായി മൃഗങ്ങളെ ബലിയായി അർപ്പിച്ചു. അതാണ് യാഗത്തിൻ്റെ കാരണം. സകല ജഡത്തിൻ്റെയും ജീവൻ അതിൻ്റെ ജീവാധാരമായ രക്തമാണ്. ലേവ്യ പുസ്തകം 17:11-14 വാക്യം. അതുകൊണ്ട് ജീവന് പകരം ജീവനാണ്. പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് രക്ഷ നേടുവാൻ ജീവൻ കൊടുക്കണമായിരുന്നു. മനുഷ്യന് പകരമായി മൃഗത്തിൻ്റെ ജീവൻ കൊടുത്തു. അതാണ് യാഗം. യാഗാർപ്പണ വേളയിൽ പുരോഹിതൻ ആ മൃഗത്തിൻ്റെ തലമേൽ കൈവെക്കുന്നത് തൻ്റെ അകൃത്യങ്ങളെല്ലാം ആ മൃഗത്തിൻ്റെ മേൽ ചുമത്തുന്നതിൻ്റെ തെളിവായിരുന്നു. യശയ്യാ 53:6 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി എന്ന്. യഹൂദന്മാർക്ക് 5 യാഗങ്ങളാണുള്ളത്. ഇവയെ 2 ഗ്രൂപ്പുകളായി തിരിക്കാം. ഒന്ന്, സ്വമേധയാ അർപ്പിക്കുന്ന യാഗങ്ങൾ. അതിനോടുകൂടെ സൗരഭ്യ വസ്തുക്കൾ കൂടെ ചേർക്കുന്നത് കൊണ്ട് സൗരഭ്യ യാഗങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ദഹനയാഗം, ഭോജനയാഗം, സമാധാനയാഗം, അവ 3 ഇപ്പറഞ്ഞ സൗരഭ്യവാസനാഗണത്തിൽ ഉൾപ്പെടുന്നതാണ്. അത് നിർബന്ധമില്ല, വേണമെങ്കിൽ അർപ്പിച്ചാൽ മതി. എന്നാൽ സൗരഭ്യമില്ലാത്ത ചില യാഗങ്ങളുണ്ട്. പാപയാഗവും അകൃത്യയാഗവും. അത് നിർബന്ധമായി അനുഷ്ഠിക്കേണ്ടതാണ്. അതിൽ യാതൊരുവിധ സൗരഭ്യ വസ്തുക്കളും ചേർക്കാറില്ല. പുതിയ നിയമത്തിൽ സൗരഭ്യവാസനയുള്ള യാഗം എന്ന് പറയുന്നത് 2 പ്രധാന കാര്യങ്ങളെയാണ്. ഒന്ന്, ക്രിസ്തുവിൻ്റെ യാഗത്തെ ആ പേരിലാണ് പൗലോസ് വിളിച്ചിട്ടുള്ളത്. എഫേസ്യ ലേഖനം 5:2. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായി വഴിപാടും യാഗവുമായി അർപ്പിച്ചു. 2, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പണം ചിലവാക്കുന്നതും ഒരു സൗരഭ്യയാഗമായി പൗലോസ് ചിത്രീകരിക്കുന്നു. നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായി ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യവുമായ യാഗമായി എപ്പഫ്രാദിത്തോസിൻ്റെ കയ്യാൽ ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു. 5 യാഗങ്ങൾ ബൈബിളിലെ ലേവ്യ പുസ്തകത്തിൻ്റെ ആദ്യത്തെ 5 അധ്യായങ്ങളിലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലേവ്യ പുസ്തകത്തിൽ പറയുന്ന ആ ക്രമത്തിലായിരിക്കും നാം ഇവിടെ പഠിക്കുക. യാഗങ്ങളെ പറ്റി നമുക്ക് നോക്കാം. ഒന്ന്, ഹോമയാഗമാണ്. ബണ്ട് ഓഫറിംഗ്, ദഹനയാഗം. ഇത് ഒരു വ്യക്തിയുടെ പാപപരിഹാരത്തിനായി നിർവഹിക്കുന്ന ഒരു യാഗമല്ല.
ദൈവം അവന് നൽകിയ നന്മയ്ക്കും അനുഗ്രഹത്തിനും അനുസൃതമായി പ്രാപ്തി പോലെ സ്വമേധയാ അർപ്പിക്കുന്ന യാഗമാണ്. ഓരോരുത്തരുടെ പ്രാപ്തിക്ക് അനുസൃതമായി മാത്രം അവരത് ചെയ്താൽ മതി. ധനികർക്ക് കാളയെ കൊണ്ടുവരാം, ദരിദ്രർക്ക് ആടിനെ കൊണ്ടുവരാം. ആടിനെ വാങ്ങാൻ ആസ്തിയില്ലാത്തവന് പ്രാവിനെയോ, അതിനും വകയില്ലെങ്കിൽ കുറുപ്രാവിനെയോ കൊണ്ടുവന്നാൽ മതി. അതിനും നിർവാഹമില്ലെങ്കിൽ ഒരിടങ്ങഴി നേരിയ മാവ് കൊണ്ടുവന്നാലും മതി. അവനവൻ്റെ പ്രാപ്തിക്കനുസരിച്ച് അർപ്പിച്ചാൽ മതി. ദൈവം ആരെയും ഞെക്കിപ്പിഴിയുന്നവനല്ല. ഇവിടെ പറഞ്ഞ ആ 3 മൃഗങ്ങൾ, കാള, ആട്, പ്രാവ്, അത് ക്രിസ്തുവിൽ എങ്ങനെയാണ് കേന്ദ്രീകൃതമായിരിക്കുന്നതെന്ന് നോക്കുക. കാള ക്രിസ്തുവിൻ്റെ ദാസ്യത്വത്തെയും അനുസരണ മനോഭാവത്തെയുമാണ് കാണിക്കുന്നത്. ഫിലിപ്പിയ ലേഖനം 2:8 ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നു എന്നാണ് വായിക്കുന്നത്. ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുപടിയായി കൊടുപ്പാനും വന്ന ദാസനായ ക്രിസ്തുവിനെ ഈ കാള സാദൃശീകരിക്കുകയാണ്. യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ഒരു കാള ആ യജമാനന്റെ ഹിതത്തിനായി സമർപ്പിക്കുന്നത് പോലെ ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ പിതാവിൻ്റെ ഹിതത്തിനായി സമ്പൂർണ്ണമായി സമർപ്പിച്ച വ്യക്തിയായിരുന്നു. മറ്റൊന്ന് ആടാണ്. അത് യേശു ക്രിസ്തുവിൻ്റെ വിനയത്തെയും വിധേയത്വത്തെയുമാണ് കാണിക്കുന്നത്. തേലിരുന്നു കൊണ്ട് പുസ്തകം വായിച്ചു കൊണ്ടുപോയ ഷണ്ണൻ യെശയ്യാപ്രവചനത്തിലെ വാക്യമാണ് വായിച്ചത്. ഫിലിപ്പോസ് എന്ന സുവിശേഷകൻ അതിൻ്റെ പൊരുൾ തിരിച്ചു കൊടുക്കുന്നുണ്ട്. തന്നെ താൻ താഴ്ത്തി വായു തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായു തുറക്കാതെ ഇരുന്നു. ഈ തിരുവെഴുത്ത് ആധാരമാക്കി ഫിലിപ്പോസ് അവനോട് സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു എന്ന ചോദ്യത്തിന് അത് യേശു ക്രിസ്തുവാണെന്ന് ഫിലിപ്പോസ് പൊരുൾ തിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 8:32 തൊട്ട് 38 വരെയുള്ള വാക്യം. മൂന്നാമത്തെ ജീവി പ്രാവാണ്. ശുദ്ധിയുള്ള ഒരു പക്ഷിയാണ് പ്രാവ്. അഴുകിയ യാതൊരു ഭക്ഷണങ്ങളും അത് ഭക്ഷിക്കുകയില്ല. കട്ട് അഥവാ കയ്പ് ഇല്ലാത്ത ഏക ജീവിയാണ് പ്രാവ് എന്ന് പറയപ്പെടുന്നു. പ്രാവ് എന്നും ഒരു പക്ഷിയുമായി മാത്രമേ ഇണ ചേരാറുള്ളൂ. അതിൻ്റെ ഇണ മരിച്ചുപോയാൽ ജീവിതകാലം മുഴുവൻ അത് ഏകാന്തതയിൽ സമയം ചെലവഴിക്കും. നിഷ്കളങ്കത്വമാണ് പ്രാവിൻ്റെ മുഖമുദ്ര. ധനികന് കാളയെ കൊണ്ടുവരാം, സാധാരണക്കാരന് ആടിനെ കൊണ്ടുവരാം. അതിനും വകയില്ലാത്തവനാണ് പ്രാവിനെയോ പ്രാക്കുഞ്ഞിനെയോ കൊണ്ടുവരുന്നത്. ആടിനെയും കാളയെയും കണ്ടിക്കുകയായിരുന്നു, പ്രാവിനെ കണ്ടിക്കുകയല്ല. അതിനെ ജീവനോടെ അതിൻ്റെ കഴുത്ത് പിരിച്ച് ഞെരിച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി അതിദാരുണമായ ശിക്ഷകൾ സഹിച്ചതിൻ്റെ സാദൃശ്യമാണത്. ഹോമയാഗത്തിന് ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. മറ്റ് യാഗങ്ങളിൽ പലപ്പോഴും പുരോഹിതനാണ് മൃഗങ്ങളെ അറക്കാറുള്ളത്. എന്നാൽ ഹോമയാഗത്തിന് കൊണ്ടുവരുന്ന മൃഗത്തെ അർപ്പകൻ തന്നെ അറക്കണം. സമാഗമന കൂടാരത്തിൻ്റെ വടക്ക് വശത്ത് വെച്ചതിനെ അറക്കണം. കാളയുടെ തോലുരിഞ്ഞ് കഷണങ്ങളാക്കിയും മേധസ്സും തലയും ഉൾപ്പെടെ യാഗപീഠത്തിന്മേൽ അടുക്കി വയ്ക്കണം. അത് പുരോഹിതനാണ് ചെയ്യുന്നത്. കുടലും കാലും വെള്ളത്തിൽ കഴുകിയിട്ട് മൊത്തത്തിൽ വിറകിന്മേൽ വെച്ച് കത്തിച്ച് ദഹിപ്പിക്കണം. ദഹിക്കാത്ത ഏതെങ്കിലും ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ മുപ്പല്ലി കൊണ്ട് പിന്നെയും അതിനെ കുത്തി അത്തിക്കുണ്ടത്തിലേക്കിട്ട് ദഹിപ്പിക്കണം. ആ ദഹനയാഗത്തിലെ അല്പം പോലും മാംസം അർപ്പകനോ പുരോഹിതനോ ആഹരിക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ സൗരഭ്യവാസന ദൈവം മണത്തിട്ട് ദൈവം അർപ്പകനെ അനുഗ്രഹിക്കുമായിരുന്നു. രണ്ടാമത്തെ യാഗം ഭോജനയാഗമാണ്. ഇതും ഒരു സ്വമേധ യാഗമാണ്. മാംസമോ രക്തച്ചൊരിച്ചിലോ ഇല്ലാത്ത ഏകയാഗമാണ് ഭോജനയാഗം. ആദ്യ വിളവെടുപ്പിന് ശേഷം പുതിയ ധാന്യവുമായി ദൈവസന്നിധിയിൽ വന്ന് അർപ്പിക്കുന്ന ഒരു സസ്യാഹാര യാഗമാണ് ഭോജനയാഗം. ഹോമയാഗം വ്യക്തി തന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതിൻ്റെ നിദർശനമായിരുന്നു. അർപ്പകനെ അല്ല, അർപ്പണം, ആ വസ്തു ദൈവത്തിന് നന്ദി സൂചകമായി അർപ്പിക്കുന്നതിൻ്റെ തെളിവായിരുന്നു. ഈ രണ്ടാമത്തെ യാഗത്തെക്കുറിച്ച് ലേവ്യ പുസ്തകം 2-ാം അധ്യായത്തിലാണ് വിവരിക്കുന്നത്. 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. നിന്റെ ആദ്യ ഫലങ്ങളുടെ ഭോജനയാഗം യഹോവയ്ക്ക് കഴിക്കുന്നു എങ്കിൽ കതിർ ചുട്ട് ഉതിർത്ത മണികൾ ആദ്യ ഫലങ്ങളുടെ ഭോജനയാഗമായി അർപ്പിക്കണം.
അതിന്മേൽ എണ്ണ ഒഴിച്ച് അതിന്മേൽ കുന്തിരിക്കവും ഇടണം. അത് ഒരു ഭോജനയാഗം. ഉതിർത്ത മണിയിലും എണ്ണയിലും കുറേശ്ശെ കുന്തിരിക്കം മുഴുവനും പുരോഹിതൻ നിവേദ്യമായി ദഹിപ്പിക്കണം. ഇത് യഹോവയ്ക്ക് ഒരു ദഹനയാഗം. 4 സാധനങ്ങൾ അവിടെ ഉപയോഗിക്കുകയാണ്: മാവ്, എണ്ണ, ഉപ്പ്, കുന്തിരിക്കം. ഇതിനെല്ലാം ആത്മീകമായ അർത്ഥമുണ്ട്. നേരിയ മാവ് യേശുവിൻ്റെ നിർമ്മലതയെ കുറിക്കുന്നു. എണ്ണ പരിശുദ്ധാത്മാവിന് സദൃശ്യമാണ്. യശയാപ്രവചനം 66:1, ലൂക്കോസ് 4:16. കുന്തിരിക്കം തീരിടുമ്പോൾ അത് സുഗന്ധപൂരിതമാകുന്നു. മനുഷ്യവർഗത്തിന് വേണ്ടി യേശു ക്രിസ്തു ദൈവകോപാഗ്നിയിൽ വെന്തിരിഞ്ഞു. എങ്കിലും അതൊരു സൗരഭ്യവാസനയായി മാറി എന്നാണ് എഫേസ്യർ 5:2 പൗലോസ് വ്യക്തമാക്കുന്നത്. ഉപ്പ് ദ്രവത്വം മാറ്റുന്നതാണ്, സൗഖ്യം പ്രദാനം ചെയ്യുന്നതാണ്, രുചിപ്പിക്കുന്നതാണ്. ക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമാവുന്ന അനുഭവേദ്യങ്ങളായ അനുഗ്രഹങ്ങളെയാണ് ഉപ്പ് സൂചിപ്പിക്കുന്നത്. ഒഴിവാക്കേണ്ടുന്ന 2 കാര്യങ്ങളെക്കുറിച്ച് കൂടെ അവിടെ പറയുന്നുണ്ട്. ഒന്ന് പുളിപ്പാണ്. പുളിപ്പ് അശുദ്ധിയെ കാണിക്കുന്നു. 1 കൊരിന്ത്യർ 5:6-7 ഗലാത്യ ലേഖനം 5:9. ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഒരു വിശുദ്ധമായ ജീവിതമാണ്. അതുപോലെ തന്നെ തേനും ഒഴിവാക്കണമായിരുന്നു. തേനും പുളിപ്പിന് പ്രേരകമാകുന്ന ഒരു വസ്തുവാണ്. 3-ാമത്തെ യാഗം സമാധാനയാഗമാണ്, പീസ് ഓഫറിങ്. 3-ാമത്തെ യാഗം ലേവ്യപുസ്തകം 3-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അതും ഒരു സ്വമേധയ യാഗമാണ്. ഈ യാഗം മിക്കവാറും ഒരു യുദ്ധത്തിന് പോയ വ്യക്തി ജയിച്ചു വരുമ്പോൾ ദൈവസന്നിധിയിൽ നിവർത്തിക്കുന്ന ഒരു നന്ദി സൂചകമായിട്ടാണ്. ഭോജനയാഗം ദൈവം അവന് നൽകിയ കാർഷിക വിളവിൻ്റെ നന്ദി സൂചകമാണെങ്കിൽ, സമാധാനയാഗം മിക്കപ്പോഴും ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനത്തിൻ്റെ നിവർത്തീകരണമായി സ്വമേധയാ അർപ്പിക്കുന്ന യാഗമാണ്. ലേവ്യ പുസ്തകം 3:1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലും 7:11 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലും സമാധാനയാഗത്തിൻ്റെ വിശദീകരണം നമുക്ക് കാണാൻ കഴിയും. 3 വിധ സമാധാനയാഗങ്ങൾ അർപ്പിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. സ്തോത്രയാഗം ലേവ്യ 7:12, 22:29. 2 നേർച്ച സംഖ്യ 6:4, 15:3-8 വാക്യം. 3 സ്വമേധാദാനം ലേവ്യ 7:16, 22:18. യാഗമർപ്പിക്കുന്ന വസ്തുവിനെ അന്ന് തന്നെ തിന്നു തീർക്കണമെന്നായിരുന്നു മിക്കപ്പോഴുമുള്ള നിബന്ധന. സമാധാനയാഗത്തിൽ അവശേഷിക്കുന്ന മാംസം, അന്ന് തിന്നു തീരാത്ത ഭാഗങ്ങൾ വേണമെങ്കിൽ പിറ്റേ ദിവസം കൂടി ഭക്ഷിക്കാം. എങ്കിലും 3-ാം ദിവസത്തേക്ക് അത് വെച്ചുകൂടാ. അങ്ങനെ 2-ാം ദിവസവും ബാക്കി വന്നാൽ അത് ചുട്ടുകളയണമെന്നായിരുന്നു ദൈവം പറഞ്ഞിരുന്നത്. മറ്റൊരു പ്രത്യേകത, സമാധാനയാഗത്തിൽ അർപ്പിക്കുന്ന ജീവിയുടെ മാംസം സ്ത്രീകൾക്കും ഭക്ഷിക്കാമെന്നുള്ളതാണ്. തന്നെയല്ല, മറ്റ് യാഗങ്ങൾക്ക് യാഗമൃഗം ആണായിരിക്കണം. അർപ്പകന്റെ കുടുംബത്തിലെ പുരുഷന്മാർക്ക് മാത്രമല്ല, സ്ത്രീകൾക്കും ഇതിൽ നിന്ന് ഭക്ഷിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക്, ലേവ്യർക്ക്, വേലക്കാർക്ക് ഒക്കെ ഇതിൽ ഭക്ഷിക്കാൻ അനുവാദമുണ്ടായിരുന്നു. സമാധാനയാഗത്തിൻ്റെ മേധസ്സുകൾ മുഴുവനും യാഗപീഠത്തിന്മേൽ വെച്ച് ദഹിക്കണമായിരുന്നു. തന്നെയല്ല, ആ യാഗവസ്തുവിൻ്റെ നെഞ്ചും കൈക്കുറങ്ങും എടുത്ത് വീശിക്കാണിക്കണമായിരുന്നു, നീരാജനം ചെയ്യണമായിരുന്നു. നീരാജനം എന്ന വാക്കുകൊണ്ട് വീശിക്കാണിക്കുക എന്നാണ് അർത്ഥം. ആ നീരാജനം ചെയ്യുന്ന ഭാഗം പുരോഹിതന് ഭക്ഷിക്കാൻ അനുവാദമുണ്ടായിരുന്നു. നന്ദി സൂചകമായിട്ടാണ് സമാധാനയാഗം അർപ്പിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ചില വ്യക്തികൾ സമാധാനയാഗം അർപ്പിച്ച ചില സന്ദർഭങ്ങൾ ചൂണ്ടിക്കാണിക്കാം. 1, മോശെ. ദൈവം അദ്ദേഹത്തോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നന്ദി സൂചകമായി യാഗപീഠവും 12 തൂണുകളും പണിതു. പുറപ്പാട് 24:5. പിന്നെ അവൻ ഇസ്രായേൽ മക്കളിൽ ചില ബാല്യക്കാരെ അയച്ചു. അവർ ഹോമയാഗങ്ങളെ കഴിച്ചു. യഹോവയ്ക്ക് സമാധാനയാഗങ്ങളായി കാളകളെയും അർപ്പിച്ചു. മറ്റൊന്ന് ദാവീദാണ്. 2 ശമൂവേൽ 6:7. യഹോവയുടെ പെട്ടകം കൊണ്ടുവന്ന് അതിനായി അടിച്ചിരുന്ന കൂടാരത്തിൽ വെച്ചു. തുടർന്ന് ദാവീദ് ദൈവസന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചതായി നാം വായിക്കുന്നുണ്ട്. 3-ാമത്തെ വ്യക്തി ശലോമോനാണ്. 1 രാജാക്കന്മാർ
8:63 ശലോമോൻ യഹോവയ്ക്ക് 22,000 കാളകളെയും 12,000 ആടിനെയും സമാധാനയാഗമായി അർപ്പിച്ചു. ഉത്സവാരംഭങ്ങൾക്ക് സമാധാനയാഗം അർപ്പിക്കണമെന്ന് സംഖ്യാപുസ്തകം 10:10 ദൈവം നിഷ്കർഷിച്ചിരുന്നതാണ്. സമാധാനയാഗം അർപ്പിച്ച 4ാമത്തെ വ്യക്തി ഹിസ്കിയ രാജാവാണ്. നിയമങ്ങൾക്കും നിബന്ധനകൾക്കും വിധേയമല്ലാത്ത രീതിയിൽ ഹിസ്കിയാവിന്റെ കാലത്ത് പെസഹ ആചരിച്ചു. അവർ ചില രോഗികളായി. ഹിസ്കിയാവ് പ്രാർത്ഥിച്ചു. ദൈവം ഹിസ്കിയാവിന്റെ പ്രാർത്ഥന കേട്ട് ജനത്തെ സൗഖ്യമാക്കി. തുടർന്ന് ഹിസ്കിയാവ് ചെയ്തത് കേൾക്കുക. ഹിസ്കിയാവ് യഹോവയുടെ ശുശ്രൂഷയിൽ സാമർഥ്യം കാണിച്ച എല്ലാ ലേവ്യരോടും ഹൃദ്യമായി സംസാരിച്ചു. അവർ സമാധാനയാഗങ്ങൾ അർപ്പിച്ചു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശുവിൻ്റെ മേലായി. അവൻ നമ്മുടെ സമാധാനം എന്നാണ് എഫേസ്യർ ലേഖനം 2:14 വായിക്കുന്നത്. നമുക്ക് വേണ്ടി സമാധാനയാഗമായി തീർന്ന യേശു ക്രിസ്തുവിലൂടെ ഇന്ന് നമുക്ക് ദൈവം നദി പോലെ സമൃദ്ധമായ സമാധാനം ഒഴുക്കി തരികയാണ്. അടയ്ക്കപ്പെട്ട മുറിക്കുള്ളിൽ യഹൂദന്മാരെ പേടിച്ചുകൊണ്ട് ശിഷ്യന്മാരിയ്ക്കുമ്പോൾ യേശു അവരുടെ നടുവിൽ ചെന്ന് നിന്നിട്ട് 3 പ്രാവശ്യം നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം എന്ന് യേശു അരുളി ചെയ്തു. 4 പാപയാഗം അഥവാ സിൻ ഓഫറിംഗ് ആണ്. പാപയാഗവും അകൃത്യയാഗവും തമ്മിൽ ചില ബന്ധങ്ങളും വ്യത്യാസങ്ങളുമുണ്ട്. മുമ്പ് നാം കണ്ട 3 യാഗങ്ങളും നിർബന്ധമില്ല, വേണമെങ്കിൽ അർപ്പിച്ചാൽ മതി, സ്വമേധയാ അർപ്പിക്കുന്നതാണ്. എന്നാൽ പാപയാഗവും അകൃത്യയാഗവും നിർബന്ധമായും അനുഷ്ഠിക്കേണ്ടുന്ന 2 യാഗമാണ്. ഒരു മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്യുന്നതിൻ്റെ പ്രാശ്ചിത്തമായിട്ടാണ് പാപയാഗം അർപ്പിച്ചിരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വിശുദ്ധ സാധനങ്ങളോടും നിയമങ്ങളോടും അനുസരണക്കേട് കാണിക്കുന്നവനായിരുന്നു അകൃത്യയാഗം അർപ്പിക്കുന്നത്. പാപയാഗത്തിൽ യാഗവസ്തുക്കളുടെ നിബന്ധന ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ്. പുരോഹിതനാണ് പാപം ചെയ്തത് എങ്കിൽ അവൻ ഒരു കാളക്കിടാവിനെ യാഗത്തിനായി കൊണ്ടുവരണം. കൊണ്ടുവന്ന് അതിന്മേൽ തൻ്റെ കൈവച്ച് തൻ്റെ പാപം അതിന്മേൽ ചുമത്തിയിട്ട് വേണമായിരുന്നു യാഗം അർപ്പിക്കാൻ. പുരോഹിതന്റെ പാപപരിഹാരത്തിന് വേണ്ടി കാളയെ അറുക്കുന്നത് തിരുനിവാസത്തിൻ്റെ മുമ്പിൽ അഥവാ പ്രാകാരത്തിൽ വെച്ച് വേണമായിരുന്നു ചെയ്യാൻ. പാപയാഗമായി അറുക്കപ്പെട്ട മൃഗത്തിൻ്റെ രക്തം എടുത്തുകൊണ്ടുപോയി അതിപരിശുദ്ധ സ്ഥലത്തിന് മുമ്പിൽ തൂക്കിയിട്ടിരിക്കുന്ന തിരശീലയുടെ മുമ്പിൽ 7 പ്രാവശ്യം തളിക്കുകയും ആ രക്തത്തിൽ കുറെ എടുത്ത് വിശുദ്ധ സ്ഥലത്തുള്ള ധൂപപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടുകയും ബാക്കിയുള്ള രക്തം പ്രാകാരത്തിലെ യാഗപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കളയുകയും വേണമായിരുന്നു. അത് പുരോഹിതൻ പാപം ചെയ്താലുള്ള പാപപരിഹാര രീതിയാണ്. ഇനി ഇസ്രായേൽ സഭ ഒന്നടങ്കം പാപം ചെയ്താലോ അതിന് ഒരു ഇളയ കിടാവിനെ കൊണ്ടുവന്ന് അതിൻ്റെ തലമേൽ കൈവച്ച് ജനങ്ങളുടെ എല്ലാം പാപം അതിന്മേൽ ചുമത്തി അതിനെ അറുക്കണമായിരുന്നു. അതിൻ്റെ രക്തവും പുരോഹിതന്റെ യാഗത്തിൽ ചെയ്തതുപോലെ ചെയ്യണമായിരുന്നു. ഇസ്രായേൽ ജനം ഒന്നടങ്കം പാപം ചെയ്തതിന് പരിഹാരമായി അർപ്പിക്കുന്ന ആ മൃഗത്തിൻ്റെ തോൽ, തല, കാല്, മുഴുമാംസവും അന്തർഭാഗങ്ങളും മുഴുവനായും പാളയത്തിന് പുറത്ത് വെണ്ണീറിടുന്ന സ്ഥലത്ത് വെച്ച് ചുട്ടുകളയണമെന്നായിരുന്നു നിബന്ധന. ലേവ്യ പുസ്തകം 4:8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ ശ്രദ്ധിക്കൂ, ഇസ്രായേൽ ജനം ഒന്നടങ്കം പാപം ചെയ്താൽ ആ മൃഗത്തിൻ്റെ തലയും മുടലും തോലും എല്ലാം ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്തു കൊണ്ടുപോയി ചുട്ടുകളയണമായിരുന്നില്ലേ? മുഴുജനത്തിനും വേണ്ടി യാഗമായി തീർന്ന പാപയാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തു നഗരവാതിലിന് വെളിയിൽ വെച്ച് കഷ്ടം അനുഭവിച്ചു എന്നാണ് എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. എബ്രായ ലേഖനം 13-11 മുതൽ 13 വരെയുള്ള വചനം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്ത് വെച്ച് ചുട്ടുകളയുന്നു. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. സഹോദരങ്ങളെ, ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഈ യാഗങ്ങളുടെയൊക്കെ പൊരുൾ കർത്താവായ യേശു ക്രിസ്തുവിൽ എത്ര കൃത്യമായിട്ടാണ് സംഗമിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുക.
ഒരു പ്രമാണിയോ സാധാരണക്കാരനോ പാപം ചെയ്താൽ അവർക്ക് വേണ്ടി അറുക്കപ്പെടുന്ന മൃഗത്തിൻ്റെ രക്തം തിരുനിവാസത്തിലേക്ക് കൊണ്ടുപോകുമായിരുന്നില്ല. പുരോഹിതൻ പാപം ചെയ്താലോ, സഭ ഒന്നടങ്കം പാപം ചെയ്താലോ അതിൻ്റെ രക്തം അതിപരിശുദ്ധ സ്ഥലത്തിനരികെയുള്ള തിരശീലയിലേക്ക് തളിക്കാൻ കൊണ്ടുപോകുമായിരുന്നു. എന്നാൽ ഒരു പ്രമാണിയോ ഒരു സാധാരണക്കാരനോ പാപം ചെയ്താൽ അവൻ്റെ രക്തം അകത്ത് തളിക്കാൻ കൊണ്ടുപോകുമായിരുന്നില്ല. ആ രക്തത്തിൽ കുറച്ച് യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടുകയും ബാക്കി രക്തം യാഗപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കളയുകയുമായിരുന്നു പതിവ്. ആ മൃഗത്തിൻ്റെ മാംസം പാകം ചെയ്ത് പുരോഹിതന്മാർക്ക് വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഭക്ഷിക്കാൻ അനുവദിക്കപ്പെട്ടിരുന്നു. ലേവ്യ 6:26 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങൾ. അബദ്ധവശാൽ പാപം ചെയ്തവർക്കാണ് ഈ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കപ്പെടുന്നത്. അവിടെ തന്നെ ഓരോരുത്തർക്കും ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ ശ്രദ്ധേയമാണ്. ലേവ്യ പുസ്തകം 4:2 അബദ്ധവശാൽ ചെയ്ത പാപങ്ങളുടെ പരിഹാരത്തിനായി അർപ്പിക്കുന്ന വസ്തുവിലും വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അഭിഷിക്തനായ പുരോഹിതന് വേണ്ടി ഒരു കാളക്കിടാവ്, ഇസ്രായേൽ ജനത ഒന്നടങ്കം പാപം ചെയ്താൽ ഒരു കാളക്കിടാവ്, ഒരു പ്രമാണിക്ക് വേണ്ടിയാണെങ്കിൽ ഒരു ആൺകോലാട്, ഒരു സാധാരണക്കാരന് വേണ്ടിയാണെങ്കിൽ ഒരു പെണ്ണാട്, ദരിദ്രന് വേണ്ടിയാണെങ്കിൽ ഒരു കുറുപ്രാവ്, അല്ലെങ്കിൽ ഒരു പ്രാവിൻ കുഞ്ഞ്, അതിനും വകയില്ലാത്തവനാണെങ്കിൽ ഒരിടങ്ങഴി നേരിയ മാവ്. ഇവിടെ നാം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കൂടുതൽ സ്ഥാനമുള്ളവർ ചെയ്യുന്ന പാപത്തിന് കൂടുതൽ വില കൊടുക്കണം. ആസ്തിയില്ലാത്തൊരു സാധാരണക്കാരൻ മാവ് കൊണ്ടുവന്നാൽ മതി എന്ന് പറയുമ്പോൾ പുരോഹിതൻ മാവ് കൊണ്ടുവന്നാൽ പോരാ, അവനൊരു കാളക്കിടാവിനെ കൊണ്ടുവരണമായിരുന്നു. നേതാവാണെങ്കിലും തെറ്റ് ചെയ്താൽ തെറ്റിനെ തെറ്റായി ഗൗരവമായി തന്നെ ദൈവം എടുക്കും എന്ന കാര്യം നാം വിസ്മരിക്കരുത്. ദൈവം ആരെയും ഞെക്കിപ്പിഴിയുന്നില്ല. ആസ്തിയില്ലാത്തവന് ദൈവം പല മേഖലകളിലും ഇളവുകൾ നൽകുന്നതായി നാം കാണുന്നു. ദൈവം നമ്മുടെ സ്ഥിതി അറിയുന്ന ദൈവമാണ്. 5 അകൃത്യയാഗമാണ്. ട്രസ്പാസ് അഥവാ ഗിൽറ്റ് ഓഫറിംഗ് എന്നറിയപ്പെടുന്നു. ഇത് 5ാമത്തെ യാഗമാണ്. ലേവ്യ പുസ്തകം 5-ാം അധ്യായത്തിലാണ് വിവരിച്ചിട്ടുള്ളത്. ദൈവത്തോടും ദൈവിക പ്രമാണങ്ങളോടും ഒരുവൻ മനഃപൂർവമായി പാപം ചെയ്താൽ അവൻ അർപ്പിക്കേണ്ടുന്ന യാഗമാണ് ട്രസ്പാസ് ഓഫറിംഗ് അഥവാ അകൃത്യയാഗം. ആ യാഗത്തിൽ അവൻ അകൃത്യത്തിന് പ്രാശ്ചിത്തം കഴിക്കുക മാത്രമല്ല, പിഴ കൂടി കൊടുക്കണമായിരുന്നു. ഒരു പുരുഷനോ സ്ത്രീയോ യഹോവയോട് ദ്രോഹിച്ച് മനുഷ്യരുടെ ഇടയിൽ നടപ്പുള്ള വല്ല പാപവും ചെയ്തിട്ട് കുറ്റക്കാരനായാൽ ചെയ്ത പാപം അവൻ ഏറ്റുപറയുകയും തങ്ങളുടെ അകൃത്യത്തിന് പ്രതിശാന്തിയായി മുതലും അതിൻ്റെ 5-1 കൂട്ടി തങ്ങൾ അകൃത്യം ചെയ്തവന് പകരം കൊടുക്കണം. പുറപ്പാട് 22:1 ഒരുത്തൻ കാളയോ ആടിനെയോ മോഷ്ടിച്ച് അറക്കുകയാകട്ടെ വിൽക്കുകയാകട്ടെ ചെയ്താൽ അവൻ ഒരു കാളയ്ക്ക് 5 കാളയെയും ഒരു ആടിന് 4 ആടിനെയും പകരം കൊടുക്കണം. പുതിയ നിയമത്തിൽ നമുക്കറിയാം, സഖായി എന്ന ചുങ്കക്കാരന് മാനസാന്തരമുണ്ടായപ്പോൾ അവൻ യേശുക്രിസ്തുവിനോട് ഏറ്റുപറയുന്നത്, ഞാൻ ചതിവായി വല്ലതും വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കാം. ഇസ്രായേല്യരുടെ ഇടയിൽ നിലനിന്നിരുന്ന 5 വിധ യാഗങ്ങളെക്കുറിച്ചാണല്ലോ ഇന്ന് നാം പഠിച്ചത്. യാഗങ്ങളുടെ ചരിത്രം, യാഗങ്ങളുടെ ആവശ്യകത, യാഗങ്ങളുടെ 2 വിഭാഗങ്ങൾ, സൗരഭ്യവാസന യാഗങ്ങൾ, സൗരഭ്യമില്ലാത്ത യാഗങ്ങൾ. ആദ്യത്തെ 3 യാഗങ്ങൾ സ്വമേധയാ അർപ്പിക്കേണ്ടുന്നവയും അവസാനത്തെ പാപയാഗവും അകൃത്യയാഗവും നിർബന്ധമായി അർപ്പിക്കുകയും ചെയ്യേണ്ടുന്ന യാഗങ്ങൾ ആയിരുന്നു. 5 യാഗങ്ങളാണ്. 1 ഹോമയാഗം, പ്രാപ്തിക്കനുസൃതമായി ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. അവിടെ അർപ്പിക്കപ്പെടുന്ന കാള യേശുക്രിസ്തുവിൻ്റെ ദാസ്യത്വത്തെ കാണിക്കുന്നു. ആട് യേശുക്രിസ്തുവിൻ്റെ വിനയത്തെ കാണിക്കുകയാണ്. യെശയ്യാപ്രവചനത്തിലെ ആ വാക്യം ഫിലിപ്പോസ് ഷണ്ണനോട് വിവരിക്കുന്നത് നാം ശ്രദ്ധിച്ചുവല്ലോ. പ്രാവിൻ്റെ തല പിരിച്ചെടുത്ത് അതിൻ്റെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നത് നമുക്ക് വേണ്ടി അതിദാരുണമായി ശിക്ഷ സഹിച്ച കർത്താവായ യേശുവിൻ്റെ യാഗബലിയെ സൂചിപ്പിക്കുന്നു. 2 ഭോജനയാഗമായിരുന്നു. മാവ്, എണ്ണ, ഉപ്പ്, കുന്തിരിക്കം എന്നീ വസ്തുക്കൾ ഉപയോഗിക്കാം. യാതൊരുവിധ മാംസങ്ങൾ ഉപയോഗിക്കാറില്ല. രക്തച്ചൊരിച്ചിലില്ല. പുളിപ്പും തേനും ഉപയോഗിച്ച് കൂടാ എന്നും ദൈവം അവിടെ നിഷ്കർഷിച്ചിരുന്നു. ഇതിൻ്റെ എല്ലാ ആത്മീയ അർത്ഥങ്ങളും അവിടെ നാം പഠിക്കുകയുണ്ടായി.
3 സമാധാനയാഗമാണ്. അതും ഒരു സ്വമേധ യാഗമാണ്. ഭോജനയാഗം ദൈവം നൽകിയ കാർഷിക വിളവിൻ്റെ നന്ദി സൂചകമായി അർപ്പിക്കുന്ന യാഗമായിരുന്നു. എന്നാൽ സമാധാനയാഗം ഒരു യുദ്ധത്തിൽ വിജയം നേടുകയോ അല്ലെങ്കിൽ ദൈവം നൽകിയ എന്തെങ്കിലും പ്രത്യേകമായ നന്മകളുടെയും അനുഗ്രഹങ്ങളുടെയും പ്രത്യുത്തരമായി തിരുസന്നിധിയിൽ അർപ്പിക്കുന്ന ഒരു യാഗം ആയിരുന്നു. അത് സ്ത്രീകൾക്ക് ഭക്ഷിക്കാമായിരുന്നു. പെണ്ണാടിനെ വേണമെങ്കിലും അറക്കാൻ സാധിക്കുമായിരുന്നു. സമാധാനയാഗം അർപ്പിച്ച മോശെ, ഹിസ്കിയാവ്, ദാവീദ്, ശലോമോൻ എന്നിവരുടെ ചരിത്രവും നാം കാണുകയുണ്ടായി. 4 പാപയാഗമാണ്. പാപയാഗവും അകൃത്യയാഗവും കേട്ടാൽ രണ്ടും ഒരുപോലെ ഇരിക്കുമെങ്കിലും ഇവ തമ്മിൽ പ്രകടമായ വ്യത്യാസങ്ങൾ ഉണ്ട്. പാപയാഗം അബദ്ധവശാൽ ചെയ്തു പോയ പാപത്തിൻ്റെ പരിഹാരമാണ്. ആ യാഗത്തിൻ്റെ പലവിധ പ്രത്യേകതകളും നാം ശ്രദ്ധിക്കുകയുണ്ടായി. 5 അകൃത്യയാഗമാണ്. പാപയാഗം വിശുദ്ധ വസ്തുക്കളോടോ ദൈവിക നിയമങ്ങളോടോ മനുഷ്യൻ ചെയ്യുന്ന തെറ്റിന് പ്രാശ്ചിത്തമായി അർപ്പിക്കുന്നവയാണ്. എന്നാൽ അകൃത്യയാഗം മനുഷ്യരോടും ദൈവത്തോടും ദൈവികമായ വിശുദ്ധ സാധനങ്ങളോടും മനുഷ്യൻ കാണിക്കുന്ന മറുതലിപ്പിൻ്റെ പരിഹാരമായി അർപ്പിക്കുന്ന യാഗമാണ്. അകൃത്യയാഗത്തിൽ യാഗമർപ്പിക്കുക മാത്രമല്ല 20% പിഴ കൂടി അടയ്ക്കണമെന്ന് ദൈവം കൽപ്പിച്ചിരുന്നു. ഇസ്രായേലിയർ നടത്തിപ്പോന്നിരുന്ന 5 വിധ യാഗങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, എന്നാൽ ദൈവം പറയുന്ന ചില പ്രതികരണങ്ങൾ ശ്രദ്ധിക്കണം. ദൈവത്തിന് മൃഗത്തിൻ്റെയോ പക്ഷിയുടെയോ രക്തമോ മാംസമോ ആവശ്യമില്ല. ദൈവം അത് ആവശ്യപ്പെടുന്നില്ല. ചില വചനങ്ങൾ ശ്രദ്ധിക്കുക. യെശയ്യാപ്രവചനം 1:11 നിങ്ങളുടെ ഹനനയാഗങ്ങളുടെ ബാഹുല്യം എനിക്ക് എന്തിന് എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. മുട്ടാടുകളെ കൊണ്ടുള്ള ഹോമയാഗവും തടിപ്പിച്ച മൃഗങ്ങളുടെ മേധസ്സും കൊണ്ട് എനിക്ക് മതി വന്നിരിക്കുന്നു. കാളകളുടെയോ കുഞ്ഞാടുകളുടെയോ കോലാറ്റു കൊറ്റന്മാരുടെയോ രക്തം എനിക്ക് ഇഷ്ടമല്ല. 50-ാം സങ്കീർത്തനം 8 മുതലുള്ള വാക്യങ്ങൾ. നിന്റെ ഹനനയാഗങ്ങളെക്കുറിച്ച് ഞാൻ ശാസിക്കുന്നില്ല. നിന്റെ ഹോമയാഗങ്ങൾ എപ്പോഴും എൻ്റെ മുമ്പാകെ ഇരിക്കുന്നു. നിന്റെ വീട്ടിൽ നിന്ന് കാളയോ നിന്റെ തൊഴുത്തിൽ നിന്ന് കോലാറ്റു കൊറ്റന്മാരെയോ ഞാൻ എടുക്കയില്ല. കാട്ടിലെ സകല മൃഗവും പർവ്വതങ്ങളിലെ 1000 ജന്തുക്കളും എനിക്കുള്ളവയാകുന്നു. മലകളിലെ പക്ഷികളെയൊക്കെയും ഞാൻ അറിയുന്നു. വയലിലെ ജന്തുക്കളും എനിക്കുള്ളവ തന്നെ. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല. ഭൂലോകവും അതിൻ്റെ നിറവും എൻ്റേതത്രേ. 51-ാം സങ്കീർത്തനം 16-ാം വാക്യം. ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. മനുഷ്യൻ്റെ പാപം മൂലമുള്ള കുറ്റബോധത്തിൻ്റെ പ്രതിശാന്തിക്കായി, പ്രാശ്ചിത്തത്തിനായി, അവർക്ക് ദൈവവുമായുള്ളൊരു നിരപ്പ് വരേണ്ടതിനായി ദൈവം നിഷ്കർഷിച്ച കാര്യങ്ങളായിരുന്നു ഈ യാഗം. അല്ലാതെ ദൈവത്തിന് മാംസം ഭക്ഷിക്കാനോ രക്തം കുടിക്കാനോ ഉള്ള കൊതി കൊണ്ടല്ല. തന്നെയുമല്ല, മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ മഹാസ്നേഹത്തിൻ്റെ പ്രദർശനം വെളിപ്പെടുത്തുന്ന, ക്രിസ്തുവിനെ യാഗമായി നൽകുന്ന ആ മഹൽ സംഭവത്തിൻ്റെ നിഴലായി നിലനിന്നു പോന്ന ആചാരങ്ങളായിരുന്നു ഇസ്രായേല്യരുടെ യാഗങ്ങൾ. പുതിയ നിയമവാക്യം കൂടി ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ. കാളകളുടെയും ആറ്റുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല. എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറയുന്നു. സ്നേഹിതരെ, ഈ യാഗങ്ങളുടെ എല്ലാം പൊരുൾ കർത്താവായ യേശു ക്രിസ്തുവാണ്. മനുഷ്യൻ അബദ്ധവശാലോ മനഃപൂർവമായോ ചെയ്തു പോകുന്ന എല്ലാ പാപങ്ങളുടെയും പ്രാശ്ചിത്തത്തിനായി നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ ബലിയെ നാം അതിൻ്റെ അർത്ഥവ്യാപ്തിയോടെ മനസ്സിലാക്കേണ്ടതിനാണ് ഈ യാഗങ്ങൾ തിരുവെഴുത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എല്ലാവർക്കും വേണ്ടി പാപത്തിന് പ്രാശ്ചിത്തമായി മരിച്ച കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിന്റെ പാപം എത്ര കടിഞ്ചുവപ്പാണെങ്കിലും അത് ഹിമം പോലെ വെളുക്കപ്പെടും. തിരുവെഴുത്തിലെ ഒരു വചനം ഞാൻ നിങ്ങൾക്കായി ഉദ്ധരിക്കട്ടെ. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന്
ശുഭം വരികയില്ല. അവ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവനോ ദൈവത്തിൻ്റെ കരുണ ലഭിക്കും. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ ദൈവപുത്രനായ യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. സന്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും വിളിക്കേണ്ട നമ്പർ 8086991167 9946997525.